ഈ വീക്ഷണ വേറൊന്നുമല്ല. നല്ല കൊട്ടൻ വെയിലത്ത് എനിക്കാണെങ്കി അത്യാവശ്യമായിട്ടൊരു പേഴ്സണൽ കാര്യത്തിന് പോയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ഇതാ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി മോട്ടിവേറ്റ് ചെയ്യണുണ്ട്. അപ്പൊ ഞാൻ എന്താ വാച്ച് ഇടണം ഇപ്പൊ താതേ എന്നും പറഞ്ഞൊരു പോക്കുണ്ട് വാച്ച്. ഒന്നേ ഇനി അടുത്ത് വീണ്ടും പോകും കേട്ടാ. ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ. അതാണ് എന്റെ മൈൻഡ്. പിന്നെ അവിടെ റേഡിയോയിൽ പാട്ടിട്ടിങ്ങനെയാണ് ഞാൻ ഈ തുള്ളണത്. പിന്നെ ഈ പുച്ഛം എന്റെ അനിയ അവിടെ ഇരിക്കണുണ്ട്. അവന്റെ അടുത്താണ്. കാരണം അവ അവിടെ ഇരുന്ന് ചോറ് കഴിച്ചിട്ട് എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്റെ കയ്യിലിടുന്ന ഗ്ലൗസും പിന്നെ ഫേസ് മാസ്കും ഒക്കെയാണ്. പിന്നെ വെയില് ഇപ്പം നമ്പാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് എപ്പോ വേണോ മഴ പെയ്യാം. അതുകൊണ്ട് ഞാൻ റെയിൻകോട്ടും കൂടെ വണ്ടിയിൽ ഒരു സേഫ്റ്റിക്ക് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ഇവൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന് ഭയങ്കര ക്ഷീണമെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ ആദ്യം ചിരിച്ചത് കേട്ടോ. എന്നിട്ട് ഇപ്പൊ കഞ്ഞിവെള്ളം ഊതിയാറ്റി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൂപ്പനാണെങ്കിൽ ഓൾറെഡി ചോറും കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി ഇങ്ങനെ വെടുക്ക് സുടുക്കെന്ന് പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഇതാ ഡിസേർട്ട് ആയിട്ട് ഒരു പപ്പായ അരിയണുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ പോവാൻ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ പപ്പായ അരിയണ കണ്ടപ്പോ ഞാൻ വെച്ച ആ ഒരു കഷ്ണം കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ പോയ വഴിക്ക് പെട്രോളും അടിച്ച് എയറും ഇല്ലായിരുന്നു വണ്ടിയിൽ. അങ്ങനെ എയറും അടിച്ചിട്ട് നേരെ എന്റെ ആ ഒരു പേഴ്സണൽ ആവശ്യം പോയത് കഴിഞ്ഞു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ആ പേഴ്സണൽ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞാൻ വിചാരിച്ച് പള്ളിയിൽ പോയി ഒന്ന് കുമ്പസരിക്കാന്ന്. അങ്ങനെ ഞാൻ എന്താ ഈ വെട്ടുകാട് പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ചെറിയ പള്ളി വേറെ ആയിട്ടുണ്ട്. അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് മെഴുകി. എന്റെ ജീവിതത്തിൽ 2 പ്രശ്നങ്ങളുണ്ട്. ആ 2 പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആക്കി കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഇനി വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടാന്നൊക്കെ പറഞ്ഞാണ് ഈ കരഞ്ഞ് മെഴുകിയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മെയിൻ പള്ളിയുടെ അകത്തോട്ട് പോയി. അവിടെ പോയി പിന്നെ എനിക്കൊന്നും പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. കാരണം ഓൾറെഡി എന്റെ കുമ്പസാരവും കരഞ്ഞു മെഴുകലൊക്കെ കഴിഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ഞാൻ തോന്നുന്നു പുറത്തിറങ്ങാന്ന് വെച്ചപ്പോഴത്തേക്കും നല്ല വെയിൽ. അപ്പൊ ഈ വെയിലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മൈഗ്രെയിൻ ആണെങ്കിൽ വാലും പൊക്കിക്കൊണ്ട് വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ നിൽക്കുകയാണ്. ഈ വെയിലൊന്ന് കുറഞ്ഞിട്ട് വേണം ബീച്ചിലോട്ടൊന്ന് പോവാനെന്നും പറഞ്ഞ് ഇങ്ങനെ ബീച്ച് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ദാ ഈ പടിയിൽ കയറി അങ്ങ് ഇരിപ്പായി. വെയില് പോട്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷയില്ല. വെയില് പോണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ചോണ്ട് പോയി അതൊക്കെ കത്തിച്ചിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടും വെയിലിതാ ഇങ്ങനെ തന്നെ മറ്റേ ഉദിച്ച ചന്ദ്രന്റെ അത് കണക്ക് ഉദിച്ച് നിപ്പുണ്ട്. വെയില് പോയൊന്നുമില്ല. അങ്ങനെ ഈ സൺസെറ്റ് കാണുന്നത് ഒരു നടക്ക് നടപടിയാവൂലെന്നായപ്പോ ഞാൻ നേരെ ഇറാനിൽ പോയി ഒരു വാട്ടർമെലൺ ജ്യൂസ് മേടിച്ചു. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അതാണെങ്കിൽ ഞാൻ സ്ട്രോ ഇട്ട് 2 കറക്ക് ഇറക്കിയപ്പോ എല്ലാം കൂടി എന്റെ ടോപ്പിൽ വീണു. അങ്ങനെ മൊത്തത്തിൽ ഒരു മെന്റലായ ദിവസമായിരുന്നു. അതാണ് ഞാൻ തലയും ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.